ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. ദൈവപിതാവിൻ്റെ സ്നേഹവാത്സല്യവും ക്രിസ്തുവിൻ്റെ കരുണാകടാക്ഷവും പരിശുദ്ധാത്മാവിൻ്റെ നിറവും നിങ്ങളുണ്ടാകട്ടെ. അമ്മയെന്ന് വിളിച്ച് കൊതിതീരാത്തൊരു കൊച്ചുകുട്ടി എല്ലാവരുടെ ഉള്ളിലുണ്ട്. എത്രയൊക്കെ വളർന്നാലും, എത്രയൊക്കെ അറിവിൻ്റെ അഹന്തയിലേക്ക് ഉയർന്നാലും, ഒരമ്മയുടെ മുമ്പിൽ നമുക്ക് നമ്മുടെ ശിശുവിൻ്റെ നിഷ്കളങ്കത വീണ്ടെടുക്കാനാവും. അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ലോകത്തിൻ്റെ ദുരകൾ, ആർത്തികൾ, അഹങ്കാരങ്ങളൊക്കെ നമ്മുടെ ശിശുവിൻ്റെ നിഷ്കളങ്കത നശിപ്പിച്ചുകൊണ്ടിരിക്കുക. ക്രിസ്തു പറഞ്ഞില്ലേ, ശിശുക്കളെപ്പോലെ ആകാൻ കഴിയാത്ത ആർക്കും സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കാനാകില്ല. എങ്കിൽ നമ്മൾ ഖേദിക്കണം. നഷ്ടപ്പെട്ട ആ നിർമ്മലത വീണ്ടെടുക്കണം. ഈ നഷ്ടപ്പെടുന്ന നിർമ്മലതയെ വീണ്ടെടുക്കാൻ ദൈവം തന്നെ നൽകിയ പെണ്ണിൻ്റെ കാരുണ്യമാണ് പരിശുദ്ധ അമ്മ കന്യകാമേരി. ഒക്ടോബർ അമ്മയുടെ മാസമാണ്. അമ്മയിലേക്ക് തിരികെ വരിക, നഷ്ടപ്പെട്ട നന്മകളൊക്കെ വീണ്ടെടുക്കുക. ഓർക്കുകയാണ്, ഒരു കലാപം നടന്നു. ഒരുപാട് പേർ അപകടകരമായ അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. അപൂർവം ചിലർ കൊല്ലപ്പെടുക പോലും ചെയ്തു. ആ കലാപത്തിൻ്റെ ഇടയിൽ വഴിതെറ്റിപ്പോയൊരു കൊച്ചുകുഞ്ഞ് പേടിച്ച് വിറച്ചവൻ ഓടുകയാണ്. ചുറ്റും ഭീകരതയാണ്. ഓടി ഓടി വഴിയറിയാതെ അവൻ ഏതോ ഇരുട്ടിൻ്റെ തെരുവിലെത്തി. ഒരുപാട് വൈകി. ആ ഇരുട്ടിൽ ഭയന്ന് വിറച്ചവൻ കരയുകയാണ്. നൈറ്റ് ഡ്യൂട്ടിക്ക് വന്നൊരു പോലീസ് ആ കരച്ചിൽ കേട്ട് കുഞ്ഞിനെ കണ്ടു. അവനോട് ചോദിച്ചു, നീ എന്താ ഇവിടെ ഇരിക്കുന്നത്? കരഞ്ഞുകൊണ്ട് തന്നെ അവൻ പറഞ്ഞു, കലാപം കണ്ട് പേടിച്ചോടി വഴിതെറ്റി വന്നവനാ, എനിക്കെൻ്റെ വീട്ടിൽ പോകണം. പോലീസുകാരൻ പറഞ്ഞു, നീ വീട് പറ, ഞാൻ കൊണ്ടായാക്കാം. ഭയമുള്ളിലുള്ളത് കൊണ്ട് ഓർമ്മ തെളിയുന്നില്ല. വീട് എവിടെയാണെന്ന് അവന് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ പോലീസുകാരൻ വഴി പറഞ്ഞു കൊടുക്കുവാൻ പല ഉപായങ്ങളും ചോദിക്കുന്നുണ്ട്. ആ നഗരത്തിലെ ഏറ്റവും ബഹുമുഖമായ സ്ഥാപനത്തിൻ്റെ പേര് പറയുന്നുണ്ട്, ഷോപ്പിൻ്റെ പേര് പറയുന്നുണ്ട്, തെരുവിൻ്റെ പേര് പറയുന്നുണ്ട്. പക്ഷേ ഒന്നും അവൻ്റെ ഓർമ്മയിൽ വരുന്നില്ല. ഒടുവിൽ ആ പോലീസുകാരൻ പറഞ്ഞു, അവിടെ ഒരു മാതാവിൻ്റെ ഷ്രൈനുണ്ട്, നീലവസ്ത്രം ധരിച്ചൊരമ്മയുടെ ഷ്രൈൻ. അങ്ങനെ പറഞ്ഞതും പെട്ടെന്ന് ഈ കുഞ്ഞിൻ്റെ മുഖത്ത് സന്തോഷം വന്നു. അവൻ പറഞ്ഞു, അതെ, നീലവസ്ത്രം ധരിച്ച ആ സ്ത്രീയുടെ ഷ്രൈൻ എനിക്കറിയാം. അവിടെ എന്നെ എത്തിച്ചാൽ പിന്നെ വീട്ടിലേക്കുള്ള വഴി എനിക്ക് എളുപ്പമാണ്. സത്യം, ഇന്ന് തിരുസഭയുടെ കർത്തവ്യം ഇതാ. ഒരുപാട് മക്കൾ വഴി തെറ്റിപ്പോയിക്കൊണ്ടിരിക്കുക, പാവ വഴിയിൽ ഇടറിപ്പോയിക്കൊണ്ടിരിക്കുക. അവരെ മാതാവിൻ്റെ മുമ്പിൽ എത്തിക്കുക. പിന്നെ അമ്മ തന്നെ നിത്യതയുടെ വാതിലിലേക്ക് അവരെ നയിച്ചുകൊള്ളും. സ്വർഗത്തിൻ്റെ ഭവനത്തിലേക്ക് വെളിച്ചമായി കൊണ്ടുപോയിക്കൊള്ളും. ഓരോ ക്രൈസ്തവൻ്റെയും തിരുസഭയുടെ മുഴുവനും കടമയാണ് വഴിതെറ്റിപ്പോകുന്നവരെ അമ്മയുടെ അടുത്തെത്തിക്കുക, പരിശുദ്ധ അമ്മയുടേത്. സത്യത്തിൽ വഴിതെറ്റിപ്പോയ ആടിനെ കണ്ടെത്തിയവനാ നല്ല ഇടയനായ ക്രിസ്തു. അതുപോലെ തന്നെ നഷ്ടപ്പെട്ടൊരു നാണയത്തെ തിരികെ എടുത്തൊരു സ്ത്രീയുണ്ട് ആ ഉമ്മയ്ക്ക് ശേഷം. ലൂക്കായുടെ 15-ാം അധ്യായത്തിൽ പരിശുദ്ധ അമ്മ തന്നെയല്ലേ. യേശുവെന്ന വിളക്ക് കത്തിച്ചുകൊണ്ട് നഷ്ടപ്പെട്ട ആ നാണയത്തെ അമ്മ വീണ്ടെടുത്തു, തിരികെ കൊണ്ടുവന്നു. ഇന്നും ലോകത്ത് അമ്മ ചെയ്യുന്ന ഒരു നിയോഗം ഇത് തന്നെയാണ്. ഫാത്തിമായിലും ലൂർദിലും വേളാങ്കണ്ണിയിലും വല്ലാഭാരത്തുമൊക്കെ അമ്മയുടെ സൗമ്യമായ ഇടപെടൽ കൊണ്ട് ഒരുപാട് പേർ വീണ്ടെടുക്കപ്പെടുന്നുണ്ട്. വഴിതെറ്റിപ്പോയവർ ക്രിസ്തുവിൻ്റെ വഴിയിലേക്ക് തിരികെ വരുന്നുണ്ട്. ഈ അമ്മയുടെ അടുത്തേക്ക് കടന്നു വരാനാകണം. പതിയെ നമ്മൾ സ്വർഗീയ ഭവനത്തിലേക്ക് യാത്ര ആരംഭിക്കും. പരിശുദ്ധ അമ്മ ഒരു വ്യക്തിയല്ല, വലിയൊരു മനസ്സാണ്. ക്ഷമാശീലമാക്കി രൂപപ്പെടുത്തി എല്ലാ നന്മകൾ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ നന്മയാണ് പറഞ്ഞത് KP അപ്പനാണ്. മധുരമീ ജീവിതം എന്നെഴുതി എന്ന പുസ്തകം എഴുതി KP അപ്പൻ. സത്യമല്ലേ, ഒരുപാട് പേരെ അമ്മ ദൈവത്തിങ്കിലേക്ക് ക്ഷണിക്കുന്നുണ്ട്, ആകർഷിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ മേരി നമ്മുടെയൊക്കെ അമ്മയായത്? എന്നെ കേൾക്കുന്ന
നിങ്ങൾ പലരുടെയും പേര് മേരിമാരെന്നായിരിക്കും. ഈ ഭൂമിയിൽ ഒരുപാട് മേരിമാരുണ്ട്. എന്നിട്ടും നിങ്ങളാരും ഈ ലോകത്തിൻ്റെ അമ്മയായിട്ടില്ല. എന്തുകൊണ്ടാണ് കന്യകാമേരി മാത്രം നമ്മുടെ അമ്മയായത്? യേശുവിൻ്റെ അമ്മ കന്യകാമേരിയാണ്. യുദാസിൻ്റെ അമ്മയുടെ പേര് മേരി എന്ന് തന്നെയാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഒരു മേരി നമ്മുടെ അമ്മയായത്? കന്യത്വം നഷ്ടപ്പെടുത്താതെ തിരുക്കുമാരന് ജന്മം നൽകിയ മേരിയ കന്യകാമേരി. കന്യത്വം നഷ്ടപ്പെടുത്തിയിട്ടും മക്കളില്ലാത്ത മഗ്ദലനാമേരിയും സുവിശേഷത്തിലുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു മേരി മാത്രം നമ്മുടെ അമ്മയായത്? ഉത്തരം കിട്ടാൻ പഴയ നിയമത്തിലേക്കൊന്ന് പോകണം. അതിലൊരു പിതാവുണ്ട്, അബ്രഹാം. ഒരു മകന് വേണ്ടി കൊതിച്ചൊരു വ്യക്തി. 75-ാമത്തെ വയസ്സ് ദൈവം പറഞ്ഞു, നിനക്ക് മക്കളുണ്ടാകും. ആകാശത്തിലെ നക്ഷത്രത്തോളം, കടത്തിലത്തെ മൺതരിയോളം ആ പ്രതീക്ഷയിൽ അവൻ ജീവിച്ചു. ഒടുവിൽ 25 വർഷം കഴിഞ്ഞ് 100-ാം വയസ്സിൽ അവനൊരു മകനുണ്ടാകുന്നത്. അതിനെ സ്നേഹിച്ച് കൊതിതീരും മുമ്പ് ദൈവം പറഞ്ഞു, നിൻ്റെ മകനെ എനിക്ക് വേണ്ടി മോറിയ മലയിൽ ബലിയർപ്പിക്കാൻ. പാവം സങ്കടത്തോടെ ആ പിതാവ് മകനുമായി ആ മല കയറി അവനെ ബലിക്കല്ലിൽ കിടത്തി വധിക്കാനായിട്ട് കത്തി ഓങ്ങിയപ്പോഴാണ് ദൈവദൂതൻ തടഞ്ഞുകൊണ്ട് പറഞ്ഞത്, നിന്നെ ദൈവം പരീക്ഷിക്കുകയായിരുന്നുവെന്ന്. ഇതുപോലെ തന്നെ സുവിശേഷത്തിലും കാണുന്നുണ്ട് ഒരമ്മ, കന്യകാമേരി. അവിടെ അടുത്തേക്ക് ഗബ്രിയേൽ ദൈവദൂതൻ വന്നിട്ട് പറയുന്നുണ്ട്, നീ ദൈവത്തിൻ്റെ പുത്രൻ്റെ അമ്മയാകാൻ വരുന്നുണ്ടോ എന്ന്. സന്തോഷത്തോടെ സ്വസ്ഥഗീതങ്ങൾ തന്നെ പാടി അമ്മ ആ നിയോഗം ഏറ്റെടുക്കുന്നുണ്ട്. എന്നാൽ ദൈവം ഈ അമ്മയോടും പറഞ്ഞു, നിൻ്റെ മകനെ ഈ ലോകത്തിൻ്റെ പാപപ്രതിക്ക് വേണ്ടി ബലിയായിട്ട് നൽകാൻ തയ്യാറാണോ എന്ന്. അമ്മയും പോകുന്നുണ്ട് മകനുമായിട്ടൊരു മല. മുറിയ മലയല്ല, കാൽവരി മല. ആ മലയിൽ മരക്കുരിശിൻ്റെ ബലിക്കല്ലിൽ തൻ്റെ മകൻ കിടന്നപ്പോൾ ഒരുപക്ഷെ ഈ അമ്മ അബ്രഹത്തെക്കുറിച്ച് സ്വപ്നം കണ്ടിരിക്കുക. ദൈവം തന്നെ പരീക്ഷിക്കുക. നഷ്ടപ്പെട്ട മകനെ അവസാന നിമിഷം തിരികെ തരും. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. ദൈവം ഒരു വാക്ക് പോലും വേണ്ടിയില്ല. മരണത്തിൽ തൊട്ട് മുമ്പ് യേശുവാണ് പറഞ്ഞത്, മകൻ. അടുത്തുനിന്ന് യോഹന്നാനെ കാണിച്ചുകൊണ്ട്, ഇതാ നിൻ്റെ മകനെന്ന്. എന്നിട്ട് യോഹന്നാനോട് പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മയെന്ന്. എന്താണ് ഇതിൻ്റെ അർത്ഥം? മേരി സ്വന്തം മകനെ നമുക്കായിട്ട് നൽകിയത് കൊണ്ടാണ് ഈ അമ്മ നമ്മുടെ അമ്മയായത്. സത്യത്തിൽ ഒരുപാട് സഹിച്ചിട്ടുണ്ട് ഈ അമ്മ. സുവിശേഷത്തിൻ്റെ ആദ്യത്തെ അധ്യായങ്ങൾ വായിച്ച് നമുക്കത് മനസ്സിലാകും. സ്വന്തം ജീവിതത്തെ ദൈവത്തിന് നമുക്കായിട്ട് പകുതി നൽകിയ ഒരു അമ്മയല്ലേ. ബലിക്കുഞ്ഞാൻ്റെ മുദ്രയുള്ള മകനാ യേശു. അവന് പിറന്നു വീഴാൻ സത്യത്തിൽ പോലും ഇടം കിട്ടിയില്ല. കാലത്തൊഴുത്തിൽ പിറന്നു. പിന്നെ അവനെ രക്ഷിക്കുവാൻ സ്വന്തം നാടും വീണ്ടും പ്രിയപ്പെട്ടവരെയൊക്കെ വിട്ടുകൊണ്ട് ഈജിപ്തിലേക്ക് പോകേണ്ടി വന്നു. സ്വന്തം ജീവിത പങ്കാളി ജോസഫിൻ്റെ മരണവേദന തീരും മുമ്പ് ഈ മകൻ അമ്മയെ തനിച്ചാക്കി പോയി കളയുന്നു ജനമധ്യത്തിൽ വചനം ഘോഷിക്കാൻ. അവൻ ജനമധ്യത്തിലാകുമ്പോൾ അമ്മ വീട്ടിൽ തനിച്ച. അവൻ വഞ്ചിരമനെ തുറങ്ങുമ്പോൾ ഒരുപക്ഷെ അമ്മയ്ക്ക് മകനെക്കുറിച്ചുള്ള വേഗതയിൽ ഉറക്കം പോലും കിട്ടിയിരിക്കില്ല. ഒടുവിൽ ആ മകനൊരു കുറ്റവാളിയെ പിടിക്കപ്പെടുന്നു. കുരിശും വഹിച്ചുകൊണ്ട് ജെറുസലേം തെരുവിലൂടെ കടന്നു പോകുന്നു. ഇതൊക്കെ അമ്മ കണ്ടു. ഒടുവിൽ കുരിശിൻ്റെ വിരിമാറിൽ 3 മണിക്കൂർ പിടഞ്ഞ് മരിക്കുന്ന തൻ്റെ മകൻ്റെ മുമ്പിൽ അമ്മ വിറങ്ങലിച്ചു നിന്നു. ഒരു വാക്ക് പോലും എതിർത്ത് പറയാതെ മൗനമായി. ഈ അമ്മ ഒരുപാട് സഹിച്ചിട്ടുണ്ട്. സത്യത്തിൽ ഈ അമ്മയെപ്പോലെ ഇന്നും ഒരുപാട് അമ്മമാർ സഹിക്കുന്നുണ്ട്. ഈ അമ്മയുടെ ഹൃദയത്തിലുള്ള വാൾ പോലെ പല അമ്മമാരുടെ ഹൃദയത്തിലുമുണ്ട് വാൾ. ഞാൻ ഓർക്കുകയാണ്, കുറേ നാളുകൾക്ക് മുമ്പ് എൻ്റെ മൊബൈലിലേക്ക് വന്നൊരു SMS കഥ ഇങ്ങനെയാണ്. ഒരു കൊച്ചുകുട്ടി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ചരിത്രം പഠിച്ചുകൊണ്ടിരിക്കുക, ഹിസ്റ്ററിയിൽ. ആ അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് ഒരു പടമുണ്ട്. മഹാത്മാഗാന്ധിജി ദണ്ഡി കടപ്പുറത്തുകൂടെ നടന്നു പോകുന്ന ഒരു ചെറിയ പടം. അത് കണ്ടപ്പോൾ ഈ മകനൊരു സംശയം. അടുത്തിരുന്ന അമ്മയോട് ചോദിച്ചു, അമ്മേ, നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ തലയിൽ എന്താ മുടിയൊന്നുമില്ലാത്തത്, മൊട്ടത്തല? ചെറിയൊരു സംശയമാണ്. പെട്ടെന്ന് അമ്മയ്ക്കൊന്നും തോന്നിയൊരു ഉത്തരം പറയാൻ. മനസ്സിൽ വന്നൊരു ഉത്തരം പറഞ്ഞു. അത് മോനെ, നമ്മുടെ മഹാത്മാഗാന്ധിജി സത്യമാർത്ഥം പറയുന്നത് കൊണ്ട് തല ശോഭിച്ച് മൊട്ടത്തലയായതാണ്. ആ ഉത്തരം മതിയായിരുന്നുവെന്ന് അമ്മ വിചാരിച്ചു. ചിരിച്ചുകൊണ്ടപ്പോൾ ആ കുട്ടി പറഞ്ഞു, ശരിയാ, സത്യം പറഞ്ഞതുകൊണ്ടായിരിക്കാം നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ തല മൊട്ടത്തലയായത്. പക്ഷെ എനിക്കൊരു കാര്യം കൂടി മനസ്സിലായി.
എന്തുകൊണ്ടാണ് എല്ലാ സ്ത്രീകളുടെ മുടി ഇങ്ങനെ നീണ്ടു പോയതെന്ന്. എല്ലാവരും അമ്മയെപ്പോലെ നുണ പറയുമായിരിക്കുമല്ലേ? പ്രിയമുള്ളവരെ, നിങ്ങൾ നീണ്ടുപോകുന്ന മുടി നിങ്ങൾ പറയുന്ന നുണയുടെ അടയാളമാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഞാനൊരു കാര്യം പറയാം. എൻ്റെ അമ്മ ഒരുപാട് നുണ പറയാറുണ്ട്. അതെ, ഒരുപാട് നുണ പറയുന്ന ഒരു അമ്മയാണ് എനിക്കുള്ളത്. ഞാൻ ഓർക്കുന്നു, രാവിലെ മുതൽ വൈകിട്ട് വരെ വയലിൽ ഒരുപാട് അധ്വാനിച്ച് ക്ഷീണിച്ച് വീട്ടിൽ വരുമ്പോൾ തളർന്ന മുഖം കണ്ടിട്ട് അമ്മയൊന്ന് വിശ്രമിക്കൂ എന്ന് പറയുമ്പോൾ അമ്മ ഒരു നുണ പറയും. എനിക്ക് യാതൊരു തളർച്ചയുമില്ലെന്ന്. വീണ്ടും വീട്ടുകാര്യങ്ങൾ ചെയ്യും. കടക്കണിയിൽ എന്ത് ചെയ്യണമെന്നറിയാതെ എൻ്റെ അപ്പൻ കഷ്ടപ്പെടുമ്പോൾ അമ്മ അവസാനത്തെ സ്വർണ്ണത്തുണ്ട് പോലും അപ്പൻ്റെ കരങ്ങൾ കൊടുത്തിട്ട് വീണ്ടും നുണ പറയും. എനിക്ക് സ്വർണ്ണത്തിൽ അത്ര താല്പര്യമില്ലെന്ന്. അവധിക്ക് വീട്ടിൽ ചെല്ലുമ്പോൾ ഹൃദയ നടയിലിരുന്നു കൊണ്ട് കരയുന്ന അമ്മയെ നോക്കിയിട്ട് അമ്മ എന്തിനാണ് കരയുന്നതെന്ന് ചോദിക്കുമ്പോൾ അമ്മ വീണ്ടും നുണ പറയും, കണ്ണിൽ കരട് പോയതാണെന്ന്. ഇങ്ങനെ ഓരോ പ്രാവശ്യവും എൻ്റെ അമ്മ നുണ പറയുമ്പോൾ ഞങ്ങൾ മക്കൾക്കറിയാം ഇത് നുണയല്ല, സ്നേഹത്തിൻ്റെ ഏറ്റവും അഗാധമായ വാക്കാണെന്ന്. അതെ, ഇന്ന് ഈ ലോകത്ത് ഒരുപാട് അമ്മമാർ നുണ പറയാറുണ്ട്. അവരുടെ സങ്കടങ്ങൾ ഒതുക്കി വെച്ച് ചിരിക്കുന്ന വാക്കാണ് ആ നുണ. പരിശുദ്ധ അമ്മയുടെ മുഖത്തേക്കൊന്ന് നോക്കുക. എപ്പോഴും ഒരു പുഞ്ചിരിയുണ്ട്, എന്നാൽ ഉള്ളിലെ വേദന ആര് കാണാൻ? സത്യം, എല്ലാ അമ്മമാർക്കുമുള്ള പ്രചോദനമാണ് കന്യകാമേരി, പരിശുദ്ധ അമ്മ. ഞാൻ ഓർക്കുകയാണ്, കാൽവരിയിൽ ഈ അമ്മയ്ക്കെല്ലാം നഷ്ടപ്പെട്ടില്ലേ? സ്വന്തം ജീവിത പങ്കാളിയായ ജോസഫ് നേരത്തെ നഷ്ടപ്പെട്ടു. ഇപ്പോഴത്തെ ഏക മകൻ കൈവിട്ടു പോകുന്നു. ഒരമ്മയ്ക്ക് ആരെങ്കിലും ഒരു താങ്ങായിട്ട് വേണ്ടേ? മകൻ മരിച്ചു പോയാൽ താങ്ങായിട്ട് ജീവിത പങ്കാളി വേണം. ജീവിത പങ്കാളി കൈവിട്ടു പോയാൽ കൂടെ തുണയായിട്ട് മകൻ ഉണ്ടാകണം. ഇത് രണ്ടും നഷ്ടപ്പെട്ട് നിൽക്കുന്നു. എന്നിട്ടും അമ്മ തളർന്നില്ല. ഈ അതിജീവനത്തിൻ്റെ കരുത്ത നമ്മൾ ആർജിച്ചെടുക്കേണ്ടത്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ അധികം നല്ല അമ്മമാരൊന്നുമില്ല. മക്കൾക്ക് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന അമ്മമാരൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ വഴിതെറ്റിപ്പോകുന്ന മക്കളൊക്കെ തിരികെ വരും. പരിശുദ്ധ അമ്മയുടെ ഈ കണ്ണുനീര വഴിതെറ്റിപ്പോകുന്ന പലരെയും തിരികെ കൊണ്ടുവരുന്നത്. ഇന്ന് നമ്മുടെ കുടുംബത്തിൽ അങ്ങനെയുണ്ടോ? ചരിത്രത്തിലൊരമ്മയുണ്ട്, മോണിക്ക. സ്വന്തം മകൻ പാവവഴി ഇടറിപ്പോയപ്പോൾ ഈ അമ്മ കരഞ്ഞ് പ്രാർത്ഥിച്ചില്ലേ? മെത്രാനെ അംബ്രോസിനെ കണ്ടപ്പോൾ പറയുന്നുണ്ട്, എൻ്റെ മകൻ പാവവഴിയിലാണ്, തിരികെ വരാൻ ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നു, പക്ഷെ അവൻ തിരികെ വരുന്നില്ല, ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ ആ മെത്രാൻ പറഞ്ഞത് എന്താ? ഒരമ്മയുടെ കരയുന്ന കണ്ണുനീര് കാണാനാകാത്ത വിധം നമ്മുടെ ദൈവം കഠിനഹൃദയനല്ല, കരഞ്ഞ് പ്രാർത്ഥിക്കുക. അമ്മ കരയാൻ ആരംഭിച്ചു, പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. വർഷങ്ങൾ കഴിഞ്ഞിട്ട് ആ പ്രാർത്ഥന ദൈവം കേട്ടത്. ഈ മകൻ മാനസാന്തരപ്പെട്ട് തിരികെ വന്നു, വിശുദ്ധനായി, വിശുദ്ധ അഗസ്റ്റിൻ. കരഞ്ഞ് പ്രാർത്ഥിച്ച അമ്മയും വിശുദ്ധയായി, വിശുദ്ധ മോണിക്ക. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ അങ്ങനെയുണ്ടോ? അമ്മമാരുടെ കണ്ണുനീർ പ്രാർത്ഥന കേട്ട് തിരികെ വരുന്ന മക്കളുണ്ടോ? മക്കൾക്ക് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന അമ്മമാരുണ്ടോ? എന്നെ കേൾക്കുന്ന പ്രിയ അമ്മമാരെ, നിങ്ങളുടെ പാദം വണങ്ങിക്കൊണ്ടൊരു സത്യം പറയട്ടെ, അത്ര നല്ല അമ്മമാരില്ലാത്ത കാലമാണിത്. സ്വന്തം മക്കളെ തന്നെ ഉദരത്തിൽ അരിങ്കോല ചെയ്യുന്ന അമ്മമാർ നമുക്ക് ചുറ്റുമില്ലേ? സ്വന്തം മുഖകാന്തി സംരക്ഷിക്കാൻ വേണ്ടി കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ പോലും നിഷേധിക്കുന്നവർ നമ്മുടെ ചുറ്റുമില്ലേ? പ്രിയപ്പെട്ട മക്കളെ തിരുവോരങ്ങളിലും അനാഥാലയങ്ങളിലും തള്ളുന്നവരില്ലേ? നിങ്ങൾ അങ്ങനെ ആകരുത്. മക്കൾക്ക് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കുക, അവർ തിരികെ വരട്ടെ. പരിശുദ്ധ അമ്മയിൽ നിന്നും ആശ്വാസം കണ്ടെത്തുക. അമ്മയ്ക്കെല്ലാം നഷ്ടപ്പെട്ടു, എന്നിട്ടും നമുക്ക് വേണ്ടി അമ്മ ജീവിച്ചു. അമ്മയുടെ ജീവിതം നമുക്കൊരു പ്രചോദനമായി, വെളിച്ചമായി, വഴിവെട്ടമായി. ഞാനൊരമ്മയെ ഓർക്കുകയാണ്. കുറേ നാളുകൾക്ക് മുമ്പാണ്. ഫിലോമിന എന്നാ പേര്. ഈ അമ്മയ്ക്കും എല്ലാം നഷ്ടപ്പെട്ടു. വളരെ ചെറുപ്പത്തിൽ വിവാഹം കഴിച്ച ആദ്യ നാളുകളിൽ തന്നെ ജീവിത പങ്കാളി വേർപിരിഞ്ഞു പോയി, മരണപ്പെട്ടു. പിന്നെ ഉണ്ടായിരുന്ന ഏക മകനാണ്. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് സെമിനാരിൽ പോകണമെന്ന്. തൻ്റെ കൂടെ വാർദ്ധക്യത്തിൽ തുണയാകേണ്ട മകൻ ദൈവവിളി ആഗ്രഹിച്ച് പോയപ്പോൾ അമ്മ ഒന്നും പറഞ്ഞില്ല, പോയിക്കൊള്ളാൻ പറഞ്ഞു. അവൻ പോയി. 1 വർഷം കഴിഞ്ഞപ്പോൾ അവനൊരു കുറ്റബോധം. എൻ്റെ അമ്മയുടെ വാർദ്ധക്യത്തിൽ ഞാനല്ല തുണയാകേണ്ടത്, അതല്ല എൻ്റെ പ്രഥമ കർത്തവ്യം. കുറ്റബോധം വന്നപ്പോൾ അവൻ വേഗമെടുത്ത് തിരികെ ചെന്ന് അമ്മയുടെ അടുത്ത്. അമ്മ പറഞ്ഞു, എനിക്കിഷ്ടം നീ ദേവേളിലേക്ക് തിരികെ പോകുന്നതാണ്. വാർദ്ധക്യം നീ എന്നെ നോക്കുമെന്ന് എന്താ ഉറപ്പ്? എല്ലാ മക്കളെയും പോലും നീയും എന്നെ വൃദ്ധസദനങ്ങൾ തള്ളില്ല എന്ന് എനിക്കൊന്നും ഉറപ്പ് പറയാൻ പറ്റില്ല.
നീ നോക്കുന്നതിന് നന്നായിട്ട് ദൈവം എന്നെ നോക്കിക്കോളും. ഈ അമ്മയുടെ വാക്കിൻ്റെ കാര്യത്തിൽ അവൻ വീണ്ടും സെമിനാരിൽ കയറി. എന്നോടൊപ്പം എൻ്റെ ബാച്ച് പഠിച്ചു. 13.5 വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു പുരോഹിതനായി എന്നോടൊപ്പം അൾത്താരയിൽ കൂടെ ചേർന്ന് തിരുപ്പട്ടം സ്വീകരിച്ചു. അപ്പോൾ ആ കർമ്മങ്ങൾക്ക് മുമ്പിൽ, അൾത്താരയ്ക്ക് മുമ്പിൽ കസേരയിൽ ഈ അമ്മയുണ്ടായിരുന്നു. തൻ്റെ ജീവിതത്തിൻ്റെ ഏക തുണയെ ദൈവത്തിന് കൊടുത്ത ആ സംതൃപ്തി അപ്പോൾ അമ്മയുടെ മുഖത്ത് ഞാൻ കണ്ടതാണ്. നമ്മുടെ മക്കളെയൊക്കെ നമ്മൾ നമ്മുടെ സ്വാർത്ഥതയെ വളർത്തുന്നു, അതിനപ്പുറം വിട്ടുകൊടുക്കാൻ മനസ്സില്ല. ഇതൊരമ്മ നമ്മുടെ പ്രിയപ്പെട്ട ഏക മകനെ പോലും ദൈവത്തിന് കൊടുത്തു. തീർന്നില്ല, ഒരുപാട് രോഗങ്ങളുണ്ടായിരുന്ന അമ്മയ്ക്ക്. രോഗക്കിടക്കയിൽ മരുന്ന് കൊടുക്കാനോ വെള്ളം കൊടുക്കാനോ ആരും ഉണ്ടായിരുന്നില്ല. രോഗം മൂർച്ഛിച്ചപ്പോൾ ഈ അമ്മ തൻ്റെ മരണപത്രികയിൽ ഇങ്ങനെ എഴുതി, മരിക്കുമ്പോൾ എൻ്റെ ശരീരം മെഡിക്കൽ കോളേജിന് കൊടുക്കണം. എല്ലാവരും ആഗ്രഹിക്കുന്ന മരിക്കുമ്പോൾ നല്ല കല്ലറയിൽ അടക്കം ചെയ്യണമെന്നാണ്. പ്രിയപ്പെട്ടവർ വല്ലപ്പോഴും ഒരിക്കൽ വന്ന് പ്രാർത്ഥിക്കണം, പൂക്കൾ വെക്കണം, എഴുതി കത്തിക്കണം. ഇന്ന് അമ്മയ്ക്ക് ഈ ഭൂമിയിൽ ഒന്നുമില്ല. എല്ലാം ദൈവത്തിന് കൊടുത്തു. ജീവിത പങ്കാളി, മകന്, സ്വന്തം ജീവിതം പോലും മറ്റുള്ളവർ കൊടുത്തു. സത്യത്തിൽ പരിശുദ്ധ അമ്മയെ പോലെ തന്നെ ചിലരിന്നും ഈ ഭൂമി ജീവിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇത് ഒക്ടോബർ മാസമാണ്, അമ്മയെ ഓർക്കേണ്ട മാസമാണ്. പ്രത്യേകിച്ച് നമ്മുടെ സങ്കടങ്ങളുടെ വേളയിൽ അമ്മയുടെ കരം പിടിക്കാൻ നമുക്കാകണം. വഴിതെറ്റിപ്പോകുന്ന ഒരുപാട് പേരുണ്ട്. പാപത്തിൻ്റെ ഇരട്ടയിൽ മുന്നോട്ട് പോകാൻ വഴിയറിയാത്തവർ. ആ പോലീസുകാരൻ ചെയ്തതുപോലെ ആ കുഞ്ഞിനെ അമ്മയുടെ ശ്രൈൻ്റെ അടുത്ത് എത്തിച്ചതുപോലെ നമുക്കും കഴിയണം. പരിശുദ്ധ അമ്മയുടെ ആ സ്നേഹവാത്സല്യത്തിലേക്ക് എത്തിക്കാനായാൽ തീർച്ചയായിട്ടും നമുക്ക് ദൈവം തുറന്നിടുന്ന നിത്യവാതിലിലേക്ക് പോകാനാകും. വിശുദ്ധ ജോൺ മേരി വിയാനി ഓർക്കുകയാണ്. ജോൺ മേരി വിയാനിയും സഹോദരങ്ങളും അടുത്തുള്ളൊരു മുന്തിരിത്തോട്ടത്തിൽ ജോലിക്ക് പോകും. ശാരീരികമായിട്ട് ഒരുപാട് അസ്വസ്ഥതയുള്ള കുഞ്ഞാണ് മേരി ജോൺ. പക്ഷേ പോകുമ്പോൾ ആരും കാണാതെ മാതാവിൻ്റെ ഒരു സ്റ്റാച്ചുവും കൊണ്ടുപോകും. സഹോദരങ്ങൾ ആരോഗ്യദൃഢഗാത്രര, അവർ കഠിനമായിട്ട് അധ്വാനിക്കുമ്പോൾ ഇവന് തളർച്ച വരുമ്പോൾ ആ സ്റ്റാച്ചു പാലപ്പുറത്ത് വെച്ച് അമ്മയെ നോക്കി ഇവൻ അധ്വാനിക്കാൻ ആരംഭിക്കും. പതിയെ എന്തെന്നില്ലാത്തൊരു ആത്മീയ ഇദ്ദേഹത്തിന് കിട്ടും. പിന്നെ അധ്വാനിക്കും. വൈകിട്ട് യജമാനൻ നോക്കുമ്പോൾ ആരോഗ്യമുള്ള സഹോദരങ്ങൾക്ക് കൂടുതൽ അധ്വാനിച്ചത് ജോൺ മേരി വിയാനിയാണ്. അദ്ദേഹത്തിന് കിട്ടിയ കരുത്ത് അമ്മയുടെ സൗമ്യ സാന്നിധ്യമാണ്. ഈ ജീവിതത്തിൽ ഒരുപാട് യാത്രകൾ നമുക്കുണ്ടാകും. ഒരുപാട് ക്ലേശകരമായ ജീവിതയാത്ര തന്നെയാണിത്. തളരുമ്പോഴെങ്കിലും അമ്മയിലേക്കൊന്ന് നോക്കുക. ജപമാല അമ്മ നമുക്ക് നൽകിയ ആശ്വാസമാണ്. നമ്മുടെ സഹനത്തിനും ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനും ഇടയിലുള്ള ചരട സത്യത്തെ ജപമാല അമ്മ നൽകിയ കൃപ. ആ ജപമാലയിലൂടെ സന്തോഷത്തിൻ്റെ, ആനന്ദത്തിൻ്റെ കൃപകളുടെ വഴിയിലൂടെ നമുക്ക് യാത്ര ചെയ്യാം. അമ്മയുടെ കരം പിടിച്ച് നമ്മൾ യാത്ര ചെയ്താൽ നമ്മൾ എത്തുക ക്രിസ്തുവിൻ്റെ അടുത്ത സ്വർഗത്തിൻ്റെ ഭവനത്തിലാണ്. പ്രിയമുള്ളവരെ, ഇത് ജപമാല മാസമാണ്. അമ്മയുടെ കരം പിടിച്ച് സന്തോഷത്തിൻ്റെ, സങ്കടങ്ങളുടെ, മഹിമയുടെ, പ്രകാശത്തിൻ്റെ വഴിയിലൂടെ നമുക്ക് യാത്ര ചെയ്യാം. അമ്മ നമ്മളെ വീട്ടിലെത്തിക്കുക തന്നെ ചെയ്യും. ദൈവത്തിൻ്റെ നിത്യമായ ഭവനത്തിലേക്ക് തന്നെ. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.